ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിക്കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം എന്താണ്? അറസ്റ്റിന്റെ ആവശ്യകത പ്രത്യേക കാരണമാക്കി പ്രതിക്ക് ഉന്നയിക്കാൻ കഴിയുമെന്ന് വലിയ ചോദ്യം ചോദിച്ചിരിക്കുന്നു. അതായത് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു ക്രിമിനൽ നടപടിയിൽ ഏറ്റവും അവസാനം ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയം ബെയിൽ സ്റ്റേജിൽ ഉന്നയിക്കുന്ന അപൂർവമായ സവിശേഷമായ സാഹചര്യം നിയമവിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, കോടതി നടത്തിയ പരാമർശങ്ങൾ മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യും. ഒന്ന്, എന്താണ്? ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു മുഖ്യമന്ത്രി അധികാരത്തിൽ മാറ്റണമെന്ന് പറയാൻ ഞങ്ങൾ കഴിയില്ല. സുപ്രീം കോടതി പറഞ്ഞ നിരീക്ഷണമല്ലേ? രണ്ട്, തീവ്രവാദ ബന്ധമുള്ള വലിയ രാജ്യദ്രോഹ ബന്ധമുള്ള രീതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്ന രീതി ശരിയല്ല. സുപ്രീം കോടതി പറഞ്ഞതല്ലേ? അവസാനം പറഞ്ഞിരിക്കുന്നു ഈ പറയുന്ന അകാരണമായ സ്വാതന്ത്ര്യം ഹനിക്കൽ. ഒരുപാട് പരാമർശങ്ങൾ നടത്തി. നിങ്ങൾ 100 കോടി തെളിവിനെ പറ്റി സംസാരിച്ചു, ഒരു തെളിവുമില്ല. അപ്പൊ നിയമപരമായി ഈ കേസ് പൊളിഞ്ഞു പാളീസായി. രണ്ടാമത്തെ വിഷയം പൊളിറ്റിക്കൽ ധാർമ്മികതയാണ്. ആ ധാർമ്മികത ഇവർ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം രാജിവെച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും ചർച്ച നടക്കുക? ഈ കേസിൽ എന്തോ വിഷയമുണ്ട്. ബി.ജെ.പിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ പറയുന്ന വലിയ സാധ്യത വിജയത്തിന് അരവിന്ദ് കെജ്രിവാൾ നിന്ന് തരാൻ മനസ്സില്ല. അദ്ദേഹം ഇന്നലെ പറഞ്ഞില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിയോടും മറ്റു മുഖ്യമന്ത്രിമാരോടും, നിങ്ങൾ ഇതുപോലെ വേട്ടയാടപ്പെടും, ആ വേട്ടയാടുമ്പോൾ രാജിവെച്ചൊഴിയരുത്, മുഖ്യമന്ത്രിയായി നിങ്ങൾ തുടരണം. എന്നിട്ട് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ തുടരാമെന്ന സാഹചര്യം ഇരിക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംഘടനാ മികവോടുകൂടി ഇന്ത്യ ഒട്ടാകെ കടന്നുപോയി ഈ രാഷ്ട്രീയത്തെ വളർത്താൻ കഴിയുന്ന ഒരു സാധ്യത അന്വേഷിക്കുന്നു. അവിടെയാണ് ജാമ്യ വ്യവസ്ഥകൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാകുന്നത്. കൈ രണ്ടും കെട്ടിയിട്ടിട്ടാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഫയൽ ഒപ്പിടാൻ പറ്റില്ല, സെക്രട്ടേറിയറ്റിൽ പോകാൻ പറ്റില്ല, കേസിനെ കുറിച്ചൊരു കാര്യം മിണ്ടാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഭരിക്കും? പിന്നെ എങ്ങനെ വിശദീകരിക്കും ജനങ്ങളോട്? ഇവർ രണ്ട് കൈയും കാലും കെട്ടിയിട്ടാണ് ജാമ്യം കൊടുത്ത്, അതായത് ഇന്ററിം ബെയിൽ കൊടുത്ത് ഇങ്ങോട്ട് ഇറക്കി വിട്ടത്. അന്ന് ഇവരുടെ കാലും കൈയും കെട്ടി ഇവരുടെ തലയ്ക്ക് അടിയും കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ചു പോയത്. കൈ കെട്ടിയ കാര്യം ഒന്നും ഇവിടെ വിഷയമേ അല്ല. കാരണം മുഖ്യമന്ത്രി ഓഫീസിൽ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. ഒരു കാര്യം സ്മൃതിക്ക് അറിയാം, ഇവർ ഇരിക്കുന്ന ബി.ജെ.പിക്കാർക്ക് അറിയണമെന്നില്ല. എന്താ? കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം മുഖ്യമന്ത്രിയായി ഒരു പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്നില്ല. അദ്ദേഹം എവിടെ ഇരുന്നാലും മുഖ്യമന്ത്രി ആയിരിക്കാൻ കഴിയുന്ന സാഹചര്യം. പ്രധാനമന്ത്രിയൊക്കെ എവിടെയൊക്കെ ഇരുന്ന് ഭരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്താണല്ലോ. അപ്പം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്നല്ല, അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു പ്രതിബിംബം ഉണ്ടാകുക എന്നുള്ള ഇവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം എന്നാണ് മുഖ്യമന്ത്രി എന്നുള്ളതല്ല. കേജ്രിവാൾ അഴിമതിക്കാരനെ ചിത്രീകരിച്ച് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ കേജ്രിവാൾ വെക്കുന്ന ആശയത്തെയാണ് നശിപ്പിക്കുന്നത്. അദ്ദേഹം എവിടെ ഇരുന്നാലും മുഖ്യമന്ത്രിയെ ഭരിക്കും. പോർട്ട്ഫോളിയോ ഒപ്പിടുന്ന അദ്ദേഹം ഒരു പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്നില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? അവിടെ അദ്ദേഹം ജയിൽ കിടന്ന സമയത്ത് ഭരണസ്തംഭനം ഒന്നും ഉണ്ടായില്ല. ഇവർ പോയാലോ സുപ്രീം കോടതിയിൽ, ഇവരുടെ ഒരു സംഘപരിവാറുകാരൻ സുപ്രീം കോടതിയിൽ പോയി അദ്ദേഹം ഒഴിയണം എന്ന് കേസ് കൊടുത്തല്ലോ, പബ്ലിക് ഇന്റർസിറ്റിയേഷൻ. കോടതി 50,000 രൂപ ഫൈൻ അടച്ച് ഇറക്കി വിട്ടിട്ട് പോയി പണി നോക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? ജനപ്രതിനിധികൾ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ നിങ്ങൾ പറയുന്ന ഒരു കുറ്റകൃത്യവും നാളെ ഒരു തെളിവ് പോലും നിങ്ങൾക്ക് കൊണ്ടുതരാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ, അതാ ഞാൻ പറഞ്ഞു വന്നേ. ഇപ്പോ അദ്ദേഹം എടുത്തിരുന്ന നിലപാടിൽ ഇവർ വെട്ടിലായിരിക്കുന്നു. കാരണം അദ്ദേഹം ജനങ്ങളിലേക്ക്, ഞാൻ ചോദിക്കട്ടെ, സ്വാതന്ത്ര്യാനന്തര ശേഷം ഇന്ത്യയിൽ ഇതുപോലെ ഒരു നേതാവിന് ജനങ്ങളെ വിശ്വസിച്ചു, ഇതൊരു ഡു ഓർ ഡൈ ഗെയിം അല്ലേ? ഒരു ഡു ഓർ ഡൈ ഗെയിം ആണല്ലോ. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജീവിതം. ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇനി എന്നെ തെരഞ്ഞെടുപ്പില്ല എങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ ഗട്സ് ഉള്ള, ആർജവമുള്ള, തന്റെ ഇടമുള്ള, ജനങ്ങളോട് വിശ്വാസമുള്ള ഏത് രാഷ്ട്രീയക്കാരൻ ഇന്ന് ഇന്ത്യയിലുണ്ട്? അതാണ് ചോദ്യം. ആ ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത്. ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മതി, നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഞാൻ തിരസ്കരിക്കപ്പെടട്ടെ എന്ന് പറയുന്ന ആർജവം. അതാണ് ഞാൻ പറഞ്ഞത്. ആമാശയ രാഷ്ട്രീയമല്ല ആം ആദ്മി മുമ്പോട്ട് വെക്കുന്നത്. ആം ആദ്മി മുമ്പോട്ട് വെക്കുന്നത് വെൽഫെയർ പൊളിറ്റിക്സ് ആണ്. അത് കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഒരു ആശയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഒരുപാട്, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ ക്യാമ്പയിൻ എന്തായിരുന്നു? ഒരു കേജ്രിവാളിനകത്തിട്ടാൽ 1000 കേജ്രിവാൾ ഉദയം ചെയ്യും. അതാണ് ഞങ്ങളുടെ ആശയം. ഞങ്ങളുടെ ആശയം വർഗരാഷ്ട്രീയമല്ല, ഞങ്ങളുടെ ആശയം മതപരമായിട്ടുള്ളതല്ല. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച രാഷ്ട്രീയമല്ല. ഞങ്ങളുടെ രാഷ്ട്രീയം കേജ്രിവാൾ ഇരുന്നാലും, അതുപോലെ അതിഷി ഭരിച്ചാലും, സൗരഭ് ഭരദ്വാജ് ഭരിച്ചാലും വെൽഫെയർ പൊളിറ്റിക്സ് നടത്താൻ കഴിയും. മനുഷ്യരിൽ നിന്ന് പിരിക്കുന്ന പണം, ടാക്സ് അവൻ ഉപയോഗിക്കുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന ഒരു വെൽഫെയർ ഗവേണൻസ് മുമ്പോട്ട് വെച്ചതാണ് ആം ആദ്മി രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളിനെ കൂട്ടിയിട്ടാൽ 1000 അരവിന്ദ് കെജ്രിവാളും ഉണ്ടാകും. അതുകൊണ്ട് ഈ ഡു ഓർ ഡൈ ഗെയിമിന് മുമ്പിൽ നിന്ന് നയിക്കാൻ ഇന്ത്യയിൽ മോദിക്ക് പറയാൻ പറ്റുമോ? ഈ പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പൊളിറ്റിക്കൽ. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയാൻ സ്മൃതി, പൊളിറ്റീഷ്യൻ തിങ്സ് നെക്സ്റ്റ് എലക്ഷൻ, സ്റ്റേറ്റ്മാൻസ് തിങ്സ് നെക്സ്റ്റ് ജനറേഷൻ. ഞാൻ പറയുന്നു അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് ഒരു പൊളിറ്റീഷ്യൻ അല്ല, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മാൻ ആണ്. ആ സ്റ്റേറ്റ്മാൻ ആയതുകൊണ്ടാണ് നെക്സ്റ്റ് ജനറേഷൻ പറ്റി ചിന്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഭാരതത്തിനും ഇന്ത്യക്ക് കൊടുക്കുകയാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം നിൽക്കുന്നില്ല എന്ന് പറയാൻ ആർജവത്തോടെ പറയാൻ സാധിക്കും. അപ്പൊ ഈ രണ്ട് ആർജവത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടി എന്നതാണ് ആപ്പിന്റെ വിശദീകരണം. നമുക്ക് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.